ഷുവർ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് പറയുന്നത് ഫൈനൽ ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ഗുഡ്സിനെ നമുക്ക് പല രീതിയിൽ പറയാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ മെൻറ്റ് ഫോർ ഫൈനൽ യൂസ്. അതായത് അവസാനമായിട്ട്, അതായത് ഈ ഒരു ഈ പെന്ന് ആക്ച്വലി ഒരു ഫൈനൽ ഗുഡാണ്. കാരണം ഇതിൻ്റെ ഫൈനൽ യൂസ് എന്ന് പറയുന്നത് ഇവിടെ മിസ് വരയ്ക്കുന്നു, എഴുതുന്നു, ഇതാണ് ഇതിൻ്റെ യൂസ്. അപ്പോൾ ഇതൊരു ഫൈനൽ ഗുഡാണ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് പാസ് ത്രൂ എനി മോർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന് ഇനി എന്തെങ്കിലും പ്രൊഡക്ഷൻ സ്റ്റേജസിലൂടെ ഈ പെന്ന് കടന്നു പോവോ? ഇല്ല. ഇതിൻ്റെ ഫൈനൽ യൂസ് ഇതാണ്. ഈ യൂസേജ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇത് പിന്നെ ഒന്നെങ്കിലും വേസ്റ്റ് ആയിട്ട് പോകും, ആ രീതിയിലേക്ക് ഇത് പോകും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ യൂസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സോ അതിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. നമ്മൾ രണ്ട് രീതിയിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? കൺസ്യൂമർ ഓർ കൺസംഷൻ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. കൺസ്യൂമർ ഓർ കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് സർവീസസ് ലൈക്ക് റിക്രിയേഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആക്ച്വലി ഒരു ഫൈനലായിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് അത് പോകുന്നത്. അതായത് ഇതൊക്കെ ആക്ച്വലി ഫുഡ് ആവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് വാങ്ങുന്നത്?